സ്വർണ്ണവില അടുത്ത ആഴ്ച എങ്ങനെ? നേരത്തെ വാങ്ങിവെച്ചത് മണ്ടത്തരമായോ? സാധ്യതകൾ ഇങ്ങനെ. ആഗോള വ്യാപാര ചർച്ചകള്, വരാനിരിക്കുന്ന യുഎസ് മാക്രോ ഇക്കണോമിക് ഡാറ്റ, ഫെഡറൽ റിസർവിൽ നിന്നുള്ള സിഗ്നലുകൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തതയ്ക്കായി നിക്ഷേപകർ കാത്തിരിക്കുന്നതിനാൽ വരും ആഴ്ചയിലെ സ്വർണ്ണവിലകൾ ഒരു പരിധിയിൽ തുടരാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട്. ഫെഡ് ചെയർ ജെറോം പവലിന്റെ പ്രസംഗവും യുഎസ്, യുകെ, യൂറോസോൺ എന്നിവയുൾപ്പെടെ പ്രധാന സമ്പദ്വ്യവസ്ഥകളിൽ നിന്നുള്ള ആഗോള PMI ഡാറ്റയും വ്യാപാരികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്നാണ് വിവരം. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ പലിശ നിരക്ക് തീരുമാനവും ബുള്ളിയൻ വിലയുടെ പാതയെക്കുറിച്ചുള്ള സൂചനകൾക്കായി നിക്ഷേപകരും വ്യാപാരികളും നിരീക്ഷിക്കും. വരും ആഴ്ചയില് വ്യാപാര ചർച്ചകളുടെ ഫലം, ഫെഡിന്റെ ഔദ്യോഗിക പ്രസംഗങ്ങള്, ഭവന വിപണി ഉൾപ്പെടെയുള്ള യുഎസ് മാക്രോ ഡാറ്റ, പ്രതിവാര പ്രാരംഭ ക്ലെയിമുകള്, ഈടുനിൽക്കുന്ന സാധനങ്ങളുടെ ഓർഡറുകൾ എന്നിവയില് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് JM ഫിനാൻഷ്യൽ സർവീസസിലെ EBG കമ്മോഡിറ്റി ആൻഡ് കറൻസി റിസർച്ചിന്റെ വൈസ് പ്രസിഡന്റ് പ്രണവ് മേര് പറഞ്ഞു. പുതിയ ട്രിഗറുകളുടെ അഭാവവും US ഡോളറിലെ വീണ്ടെടുക്കലും കാരണം കഴിഞ്ഞ രണ്ടാഴ്ചയായി സ്വർണ്ണവില ഒരു പരിധിയിൽ ഏകീകരിക്കുന്നതായി കാണപ്പെടുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യുഎസും ഇന്ത്യയും ചൈനയും പോലുള്ള വ്യാപാര പങ്കാളികളെ തള്ളിലുള്ള വ്യാപാര ചർച്ചകളിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ബുള്ളിയന്റെ ഇടിവ് പരിമിതമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. താരിഫ് നടപ്പാക്കുന്നതിനായി ഓഗസ്റ്റ് 1 എന്ന അവസാന തീയതി അടുത്തുവരുന്നതോടെ വ്യാപാര ചർച്ചകളെക്കുറിച്ചുള്ള അനിശ്ചിതത്വം സ്വർണ്ണത്തിന്റെ സുരക്ഷിത നിക്ഷേപ ആവശ്യകതയെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള ആഭ്യന്തര ഉത്സവ ആവശ്യകത വിലയെ കൂടുതൽ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞയാഴ്ച മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ഓഗസ്റ്റ് ഡെലിവറിക്ക് സ്വർണ്ണ ഫ്യൂച്ചറുകൾ 200 രൂപ അല്ലെങ്കിൽ 0.2% ഉയർന്നിരുന്നു. വിദേശ വിപണികളിൽ കഴിഞ്ഞ 10 ദിവസത്തിനിടെ സ്വർണം ഏകദേശം 2% ഉയർന്ന ഔൺസിന് ഏകദേശം $3,350 ഏഞ്ചൽ 1ലെ കാർഷികേതര കമ്മോഡിറ്റീസ് ആൻഡ് കറൻസിസ് DVP ഗവേഷണ ഉദ്യോഗസ്ഥന് പ്രഥമേഷ് മല്യ പറഞ്ഞു. ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരായ ട്രംപിന്റെ താരിഫ് നടപടികളും യൂറോപ്യൻ യൂണിയനിലെ സാധ്യമായ തീരുവകളും സുരക്ഷിത നിക്ഷേപങ്ങൾക്കായുള്ള നിക്ഷേപകരുടെ ആവശ്യം വർദ്ധിപ്പിച്ചതാണ് സ്വർണ്ണത്തിന്റെ വിലയിൽ ആക്കം കൂട്ടിയത്. കഴിഞ്ഞ ആഴ്ച US ഡോളറിന്റെ മൂല്യം ശക്തിപ്പെട്ടത് സ്വർണ്ണവിലയിലുണ്ടായ നേട്ടങ്ങളെ പരിമിതപ്പെടുത്തി. രൂപയുടെ മൂല്യം ദുർബലമാകുന്നത് ആഭ്യന്തര വിപണികളിലെ ഡൌൺസൈറ്റ് സമ്മർദ്ദം കുറക്കാൻ സാധ്യതയുണ്ട്. മൊത്തത്തില് സ്വർണം അടുത്ത കാലത്തായി അസ്ഥിരമായി തുടരാൻ സാധ്യതയുണ്ട് എന്ന് LKP സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് ജതീന ത്രിവേദി പറഞ്ഞു. US ഡോളർ ദുർബലമാകല്, ഭൗമ, രാഷ്ട്രീയ അപകട സാധ്യതകള്, ശക്തമായ നിക്ഷേപക ഡിമാൻഡ്, തുടർച്ചയായ സെൻട്രൽ ബാങ്ക് വാങ്ങലുകൾ തുടങ്ങിയ ശരിയായ ഉത്തേജകങ്ങൾ ഫലവത്തായാല് 2025ന്റെ ആദ്യ പകുതിയിൽ 26% ശക്തമായ വർധനവിന് ശേഷം രണ്ടാം പകുതിയിൽ സ്വർണ്ണത്തിന് 4 മുതൽ 8 വരെ ശതമാനം കൂടി നേട്ടമുണ്ടാകും എന്ന് വെഞ്ചുറയിലെ കമ്മോഡിറ്റി ആൻഡ് CRM മേധാവി ഇനസ് രാമസ്വാമി പറഞ്ഞു. അതിനിടെ പാവപ്പെട്ടവന്റെ സ്വർണ്ണ എന്നതിൽ നിന്ന് സ്മാർട്ട് നിക്ഷേപകർക്ക് ഒരു തന്ത്രപരമായ ലോഹമായി വെള്ളി വളരുകയാണ്. ലോകത്തിലെ വിതരണ കമ്മി വർദ്ധിക്കുകയും ഇലക്ട്രിക് വാഹനങ്ങള്, സോളാര്, ഇലക്ട്രോണിക്സ് എന്നിവയിൽ നിന്നുള്ള ആവശ്യം വർദ്ധിക്കുകയും ചെയ്യുന്നതിനാല് അടിസ്ഥാന കാര്യങ്ങൾ ഒരു പ്രധാന റാലിക്ക് വിധേയമാണ് എന്നും അദ്ദേഹം പറഞ്ഞു.